എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് എപ്രകാരമാണ് വേദനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ള വ്യക്തിയെ ഓർത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പൂച്ചക്കുട്ടിയെ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് പിറകെ നിങ്ങളെ സ്നേഹിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊപ്പമാകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കൽ പോലും നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്കാവില്ല. നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടോ നിങ്ങളെ പരിഗണിക്കാതെയോ മുന്നോട്ട് പോകുന്നൊരു മനസ്സും ആ വ്യക്തിക്കില്ല. നിങ്ങൾ പല സാഹചര്യങ്ങളിലും ആ വ്യക്തി നിങ്ങൾക്ക് പുറകെ നടക്കുന്നതിനെ വിലക്കിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പുറകെ ആ വ്യക്തി നടക്കുന്നതിനെ നിങ്ങൾ വിലക്കിയത് കൊണ്ട് ആ വ്യക്തിക്ക് ചെറിയ തരത്തിലുള്ള ദുഃഖങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ പരിഗണിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത്? നിങ്ങളെന്തുകൊണ്ടാണ് ആ വ്യക്തിയെ ശ്രദ്ധിക്കാത്തത് എന്നിത്യാദി ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, നിങ്ങൾ പരിഗണിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് ദുഃഖമായിട്ട് മാറുന്നു, വിഷമമായിട്ട് മാറുന്നു. ആ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ സ്നേഹം കിട്ടാതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എപ്പോഴും നിങ്ങൾ സ്നേഹിക്കണം എന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിനെ നിങ്ങൾ തടഞ്ഞിട്ടുണ്ടാകാം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, അല്ലെങ്കിൽ ചില ഒഴിവാക്കൽ കൊണ്ടോ, വാക്കും പ്രവൃത്തി ഒഴിവാക്കി കൊണ്ടോ നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കാതിരുന്നപ്പോൾ ആ വ്യക്തിക്ക് ദുഃഖം ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തിയുടെ ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുകയാണ്. നിങ്ങളെന്തുകൊണ്ട് ആ വ്യക്തിയെ പരിഗണിക്കുന്നില്ല, എന്തുകൊണ്ട് ആ വ്യക്തിയെ അവഗണിക്കുന്നു എന്നുള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അത് ആ വ്യക്തിക്ക് ഒരുപാട് ദുഃഖമായിട്ട് മാറുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വിഷമമായിട്ട്, നമ്മൾ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ, ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളിൽ നിന്നുള്ള സ്നേഹം അവഗണിക്കപ്പെടുന്നു, കിട്ടാതെ പോകുന്നു. അതിൻ്റെ പേരിലാണ് ആ വ്യക്തിക്ക് ദേഷ്യം ഉണ്ടായിരിക്കുന്നത്, വിഷമം ഉണ്ടായിരിക്കുന്നത്. ആ ദുഃഖം ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പ്രണയം അത് വല്ലാതെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. അത് കിട്ടാതെയാകുമ്പോൾ, നിങ്ങളിൽ നിന്ന് അത് തിരസ്കരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ദുഃഖം മാത്രമാണ്. എന്തുകൊണ്ട് എന്നെ അവഗണിക്കുന്നു? ഒന്നുകിൽ ഒരു തൊട്ടാവാടി സ്വഭാവം ആ വ്യക്തിക്കുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനും പ്രണയത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തിയെ ഉൾക്കൊള്ളുക. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയലായ താറാവിൻ്റെ കുഞ്ഞ്, അതിനെ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ഒരുപക്ഷെ നിങ്ങളിൽ രക്ഷകർത്തൃത്വം തേടിയൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ഉപദേശവും അനുഗ്രഹവും വാക്കും പ്രവൃത്തിയും ഒക്കെ നിങ്ങളെ അനുകരിക്കുന്നൊരു വ്യക്തി, നിങ്ങളെ അനുകരിക്കാതെ മറ്റൊന്നും ശ്രദ്ധിക്കാത്തൊരു വ്യക്തി, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചൊരു വ്യക്തി, നിങ്ങളെ കരുതി മാത്രം ജീവിക്കുന്നൊരു വ്യക്തി, നിങ്ങളില്ലെങ്കിൽ ഈ ലോകത്ത് തനിക്കൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിഷമങ്ങൾ, അതൊക്കെ ആ വ്യക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. എത്ര ദയനീയ അവസ്ഥയിൽ നിങ്ങൾ ആ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വ്യക്തിക്ക് എല്ലാ സഹായവും സഹകരണവും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ അവഗണിക്കുന്നു. ഇത്രയേറെ സഹായിച്ചിട്ടും, ഇത്രയേറെ നന്മകൾ നൽകിയിട്ടും എന്തുകൊണ്ട് എന്നെ അവഗണിക്കുന്നു എന്നുള്ള ചിന്തയാണ്. നിങ്ങളില്ലെങ്കിൽ ആ അധ്യായം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളില്ലെങ്കിൽ ഈ ലോകത്ത് താൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. അത്രത്തോളം ആരും സഹായിക്കാനില്ലാതെ വന്ന പല സാഹചര്യത്തിലും ആ വ്യക്തിയെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ആ വ്യക്തി രക്ഷപ്പെട്ട് മുന്നോട്ട് പോയത്. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സഹായം ഉണ്ടാകില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു പിന്തുണ ഉണ്ടാകില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് ഉണ്ടാകില്ല എന്ന് മനസ്സിലായപ്പോൾ വലിയ ദുഃഖമാണ്. കേവലം സപ്പോർട്ടിന് വേണ്ടിയല്ല, ചിലപ്പോൾ ഒരുപക്ഷെ മറ്റാരെങ്കിലും വന്ന് സപ്പോർട്ട് ചെയ്തേക്കാം, സഹായിച്ചേക്കാം.
എന്നിരുന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളോട് ആത്മാർത്ഥമായൊരു ഇഷ്ടം ആ വ്യക്തിക്കുണ്ട്. നിങ്ങളോട് ആത്മാർത്ഥമായൊരു സ്നേഹമുണ്ട്. ആ സ്നേഹവും ഇഷ്ടവും ഒന്നും തകർക്കാനോ നശിപ്പിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ തന്നെ വേണം. കാരണം നിങ്ങളിലൂടെ ഈ ലോകത്തെ കണ്ട, നിങ്ങളിലൂടെ ഈ ലോകത്തെ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. നിങ്ങളല്ലാതെ മറ്റാരെയും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. സഹായത്തിന് നിങ്ങളല്ലാതെ മറ്റാരും വേണ്ട എന്നുള്ള ധാരണ ആ വ്യക്തിക്കുണ്ട്. ഇനി ആ വ്യക്തിയെ നിങ്ങൾ സഹായിക്കാതിരിക്കുമ്പോൾ മറ്റാരെങ്കിലും വന്ന് സഹായിക്കുകയോ ആ സാഹചര്യം മുതലെടുക്കുകയോ ചെയ്യുന്നതും ആ വ്യക്തിക്ക് ഇഷ്ടമല്ല. കാരണം നിങ്ങളിൽ നിന്ന് ലഭിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. അതിനവസരമില്ലെങ്കിൽ തനിക്കൊന്നും വേണ്ട എന്നൊരു മനോഭാവമായിട്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്. എല്ലാത്തരം പ്രതിസന്ധികളിലും എല്ലാത്തരം പ്രശ്നങ്ങളിലും നിങ്ങളൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളില്ലാത്തത് കൊണ്ട് മനസ്സിൽ വിഷമമുണ്ട്, മനസ്സിൽ ദുഃഖമുണ്ട്. ആ ദുഃഖം ആ വ്യക്തിക്ക് മറച്ചു വെക്കാനും കഴിയുന്നില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.